പോപ്പുലേഷൻ ഇൻട്രാക്ഷനിൽ രണ്ടാമത്തെ ഇൻട്രാക്ഷനാണ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡാർവിൻ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദർ ഈസ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് നേച്ചറിൽ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞ തിയറി ഡാർവിൻ പ്രൊപ്പോസ് ചെയ്തത്. സോ അപ്പോൾ തന്നെ ഡാർവിൻ കൺവിൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് സ്പീഷീസ്. ഒരു പോപ്പുലേഷനിലെ രണ്ട് സ്പീഷീസുകൾ തമ്മിൽ, ഡിഫറെൻറ്റ് സ്പീഷീസ് തമ്മിലുള്ള കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെന്നും ആ ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സാണ് ഓർഗാനിക് ഇവല്യൂഷനിൽ നിന്ന് ഡാർവിൻ അപ്പോൾ തന്നെ കൺവിൻസ്ഡ് ആണ്. സോ അതാണ് പറയുന്നത്, ഡാർവിൻ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ പറയുമ്പോൾ അവിടെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിനെ കുറിച്ചും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഇൻ നേച്ചർ നടക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അപ്പോൾ തന്നെ ഡാർവിൻ കൺവിൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ ഇസ് എ പൊട്ടൻറ്റ് ഫോഴ്സ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സ് ഫോർ ഓർഗാനിക് ഇവല്യൂഷൻ. ഓർഗാനിക് ഇവല്യൂഷനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സാണ് ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ. സോ ജനറലി നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്നത്, ബിലീവ് ചെയ്യുന്നത്, വെൻ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്, വളരെയധികം ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ, അതാണ് കോമ്പറ്റീഷൻ. അപ്പോൾ എങ്ങനെയാണ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് തമ്മിലുള്ള കോമ്പറ്റീഷൻ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സോ ഇതാണൊരു വിശ്വാസം. ജനറലി ബിലീവ് ദാറ്റ് വെൻ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് കോമ്പീറ്റ് ഫോർ ദ സെയിം റിസോഴ്സസ് ദാറ്റ് ആർ ലിമിറ്റിംഗ്. ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് സ്പീഷീസുകൾ ഒരേ റിസോഴ്സസിന് വേണ്ടിയിട്ട്, ആ സെയിം റിസോഴ്സസ് ലിമിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ, ഇഫ് ദ സെയിം റിസോഴ്സസ് ആർ ലിമിറ്റിംഗ് ആൻഡ് ദാറ്റ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസുകൾ അവർ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു എന്നാണ് കോമ്പറ്റീഷനെ കുറിച്ചുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ബിലീഫ് അഥവാ വിശ്വാസം. സോ ജനറലി എന്താണ്, ഇറ്റ്സ് എ ബിലീഫ് ദാറ്റ് വെൻ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്, വളരെയധികം റിലേറ്റഡ് ആയിട്ടുള്ള ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ദാറ്റ് കോമ്പീറ്റ് ഫോർ ദ സെയിം റിസോഴ്സസ് ദാറ്റ് ആർ ലിമിറ്റിംഗ്. ഒരേ ടൈപ്പ് സെയിം റിസോഴ്സസ്, ആ സെയിം റിസോഴ്സസ് ലിമിറ്റിംഗ് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഈ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് കോമ്പറ്റീഷൻ ചെയ്യാൻ തുടങ്ങും. കോമ്പറ്റീഷൻ പോലത്തെ ഇൻട്രാക്ഷനിലൂടെ അവർ സർവൈവ് ചെയ്യാൻ തുടങ്ങുന്നു. ഇതാണ് കോമ്പറ്റീഷനെ കുറിച്ചുള്ള ജനറലി ആയിട്ടുള്ള ഒരു ബിലീഫ്. എന്നാൽ എല്ലാ സമയത്തും ഇത് അതുപോലെയല്ല. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ടോട്ടലി അൺറിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ്, ഒട്ടും തന്നെ റിലേറ്റഡ് അല്ലാത്ത സ്പീഷീസുകൾ തമ്മിലും കുഡ് ഓൾസോ കോമ്പീറ്റ് ഫോർ ദ സെയിം റിസോഴ്സ്. ഒരേ റിസോഴ്സിന് വേണ്ടിയിട്ട് ഒട്ടും റിലേറ്റഡ് ആയിട്ട് അല്ലാത്ത സ്പീഷീസുകൾ തമ്മിലും കോമ്പറ്റീഷൻ നടക്കാറുണ്ട്. നോർമലി നമ്മുടെ വിശ്വാസം ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ തമ്മിലാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്, ആ സെയിം റിസോഴ്സസ് ലിമിറ്റിംഗ് ആണെങ്കിൽ. എന്നാൽ അങ്ങനെയല്ല, അൺറിലേറ്റഡ് ആയിട്ടുള്ള, ഒട്ടും തന്നെ റിലേറ്റഡ് അല്ലാത്ത സ്പീഷീസുകൾ തമ്മിലും കോമ്പറ്റീഷൻ ഒരേ റിസോഴ്സിന് വേണ്ടി നടക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇൻ സം ഷാലോ സൗത്ത് അമേരിക്കൻ ലേക്സ്, ഷാലോ സൗത്ത് അമേരിക്കൻ ലേക്സിൽ അവിടെ വിസിറ്റ് ചെയ്യുന്ന ഫ്ലെമിംഗോസും, സോ ഷാലോ സൗത്ത് അമേരിക്കൻ ലേക്സുകളിൽ വിസിറ്റ് ചെയ്യുന്ന, അവിടെ വരുന്ന ഫ്ലെമിംഗോസും അതുപോലെ തന്നെ അവിടെയുള്ള ആ ഷാലോ സൗത്ത് അമേരിക്കൻ ലേക്സിലുള്ള റെസിഡൻ്റ് ആയിട്ടുള്ള ഫിഷസും, ഈ രണ്ടുപേരും കോമ്പീറ്റ് ഫോർ ദെയർ കോമൺ ഫുഡ്. സോ വന്ന വിസിറ്റിംഗ് ആയിട്ടുള്ള ഫ്ലെമിംഗോസും അവിടെ തന്നെയുള്ള ഫിഷസും, അവിടെ തന്നെ റെസിഡൻ്റ് ആയിട്ടുള്ള ഫിഷസും രണ്ടുപേരും ഒരേ ഒരു കോമൺ ഫുഡിന് വേണ്ടി, സെയിം റിസോഴ്സിന് വേണ്ടി കോമ്പറ്റീഷൻ നടത്താറുണ്ട്. അവരുടെ കോമൺ ഫുഡ് എന്ന് പറയുന്നത് സൂ പ്ലാങ്ക്ടൺ ഇൻ ദ ലേക്ക്. സോ ഈ ഷാലോ സൗത്ത് അമേരിക്കൻ ലേക്കിൽ കാണപ്പെടുന്ന സൂ പ്ലാങ്ക്ടന് വേണ്ടിയിട്ട് അവിടെ വരുന്ന വിസിറ്റ് ചെയ്യുന്ന ഫ്ലെമിംഗോസും അവിടെയുള്ള ഫിഷസും രണ്ടുപേരും ഒരിക്കലും ഒരു ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ്, രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള സ്പീഷീസുകളാണ്. എന്നിട്ട് പോലും അവർക്ക് കോമൺ ആയിട്ടുള്ള റിസോഴ്സിന് വേണ്ടി അവിടെ കോമ്പറ്റീഷൻ സംഭവിക്കുന്നു. അവരുടെ കോമൺ ഫുഡാണ് സൂ പ്ലാങ്ക്ടൺ ഇൻ ദ ലേക്ക്. സോ കോമ്പറ്റീഷനെ സംബന്ധിച്ച് നമ്മൾ ജനറലായിട്ടൊരു അഭിപ്രായം പറഞ്ഞു, ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് തമ്മിൽ സെയിം റിസോഴ്സസ് ലിമിറ്റിംഗ് ആണെങ്കിൽ അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാകുമെന്നാണ് ജനറലായിട്ടുള്ളൊരു വിശ്വാസം. എന്നാൽ അങ്ങനെയല്ല, ടോട്ടലി അൺറിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ തമ്മിലും കോമ്പറ്റീഷൻ ഉണ്ടാകാറുണ്ട് സെയിം റിസോഴ്സസിന് വേണ്ടിയെന്ന് നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ കണ്ടു. അതാണ് ഒന്നാമത്തെ. സോ എല്ലായ്പ്പോഴും നമ്മൾ ജനറലി ബിലീവ് ചെയ്യുന്ന പോലെയല്ല കോമ്പറ്റീഷൻ്റെ കാര്യം. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ടോട്ടലി അൺറിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ തമ്മിലും സെയിം റിസോഴ്സസിന് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ നടക്കാറുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്,
റിസോഴ്സസ് നീഡ് നോട്ട് ബി ലിമിറ്റിംഗ് ഫോർ കോമ്പറ്റീഷൻ ഓക്കർ. ജനറലായിട്ട് പറയുന്നതിൽ വ്യത്യസ്തമായിട്ട് റിസോഴ്സസ് ലിമിറ്റിംഗ് ആവേണ്ട ആവശ്യമില്ല കോമ്പറ്റീഷൻ നടക്കണമെങ്കിൽ. സോ റിസോഴ്സസ് ലിമിറ്റഡ് ആണെങ്കിൽ മാത്രമേ കോമ്പറ്റീഷൻ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ തമ്മിൽ നടക്കൂ എന്നാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഒരു വിശ്വാസം. എന്നാൽ അങ്ങനെയല്ല, റിസോഴ്സസ് ലിമിറ്റിംഗ് അല്ലാണ്ട് തന്നെയും കോമ്പറ്റീഷൻ നടക്കുമെന്നാണ് രണ്ടാമത്തെ കാര്യം. സോ ആദ്യം നമ്മൾ പറഞ്ഞു ടോട്ടലി അൺറിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ തമ്മിലും സെയിം റിസോഴ്സിന് വേണ്ടി കോമ്പറ്റീഷൻ നടക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് റിസോഴ്സസ് നീഡ് നോട്ട് ബി ലിമിറ്റിംഗ്. റിസോഴ്സസ് ലിമിറ്റിംഗ് ആവേണ്ട ഒരാവശ്യവുമില്ല ഫോർ കോമ്പറ്റീഷൻ ടു ഒക്കർ, കോമ്പറ്റീഷൻ നടക്കണമെങ്കിൽ. ഫോർ എക്സാമ്പിൾ ഇൻഡെഫറൻസ് കോമ്പറ്റീഷൻ. ഇൻഡെഫറൻസ് കോമ്പറ്റീഷനിൽ ഫീഡിംഗ് എഫിഷ്യൻസി ഓഫ് വൺ സ്പീഷീസ് reduced due to interfering and inhibitory presence of other species, even if resources are abundant. So interference competition, രണ്ട് സ്പീഷീസുകൾ തമ്മിൽ അവരുടെ കോമ്പറ്റീറ്റിംഗ് എബിലിറ്റി അവർ തമ്മിൽ ഇൻ്റർഫിയർ ആണെങ്കിൽ അങ്ങനത്തെ ഒരു കോമ്പറ്റീഷനാണ് ഇൻ്റർഫിയറൻസ് കോമ്പറ്റീഷൻ. സോ ആ രണ്ട് സ്പീഷീസ് തമ്മിലുള്ള ഇൻ്റർഫിയറൻസിൽ എന്ത് സംഭവിക്കുന്നു? ഒരു സ്പീഷീസിൻ്റെ ഫീഡിംഗ് എഫിഷ്യൻസി ഓഫ് വൺ സ്പീഷീസ്, ആ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് സ്പീഷീസുകളിൽ ഒരു സ്പീഷീസിൻ്റെ ഫീഡിംഗ് എഫിഷ്യൻസി കുറയുന്നു, റെഡ്യൂസ്ഡ് ആവുന്നു. കാരണം ഡ്യൂ ടു ഇൻ്റർഫിയറിംഗ് ആൻഡ് ഇൻഹിബിറ്ററി പ്രസൻസ് ഓഫ് അതർ സ്പീഷീസ്. മറ്റേ സ്പീഷീസിൻ്റെ ഇൻ്റർഫിയറൻസ് കാരണവും അല്ലെങ്കിൽ മറ്റേ സ്പീഷീസിൻ്റെ ഇൻഹിബിറ്ററി എഫക്റ്റ് കാരണവും ഒരു സ്പീഷീസിൻ്റെ ഫീഡിംഗ് എഫിഷ്യൻസി കുറയുന്നു, റെഡ്യൂസ്ഡ് ആവുന്നു. Even if resources, natural resources like food and space abundant ആയിട്ട് ഉണ്ടെങ്കിലും ഒരു സ്പീഷീസിൻ്റെ ഫീഡിംഗ് എഫിഷ്യൻസി റെഡ്യൂസ് ആവുന്നു മറ്റൊരു സ്പീഷീസിൻ്റെ ഇൻ്റർഫിയറൻസ് കാരണമോ അല്ലെങ്കിൽ മറ്റൊരു സ്പീഷീസിൻ്റെ ഇൻഹിബിറ്ററി എഫക്റ്റ് കാരണമോ. ഇതാണ് ഇൻ്റർഫിയറൻസ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. സോ ഇൻ്റർഫിയറൻസ് കോമ്പറ്റീഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു സ്പീഷീസിൻ്റെ ഫീഡിംഗ് എഫിഷ്യൻസി നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ കുറയുന്നു. അതിന് കാരണം മറ്റേ സ്പീഷീസിൻ്റെ ഇൻ്റർഫിയറൻസ് കാരണമോ അല്ലെങ്കിൽ മറ്റേ സ്പീഷീസിൻ്റെ ഇൻഹിബിറ്ററി എഫക്റ്റോ കാരണം. ഈവൻ അവിടെ എത്രമാത്രം റിസോഴ്സസ് എബണ്ടൻ്റ് ആണെങ്കിലും, ഫുഡും സ്പേസും എത്രമാത്രം എബണ്ടൻ്റ് ആണെങ്കിലും ഒരു സ്പീഷീസിൻ്റെ ഫീഡിംഗ് എഫിഷ്യൻസി മറ്റൊരു സ്പീഷീസിൻ്റെ ഇൻ്റർഫിയറൻസ് കാരണമോ അല്ലെങ്കിൽ ഇൻഹിബിറ്ററി എഫക്റ്റ് കാരണമോ റെഡ്യൂസ്ഡ് ആവുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർഫിയറൻസ് കോമ്പറ്റീഷൻ. ഇനി കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, സോ കോമ്പറ്റീഷനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? കോമ്പറ്റീഷൻ ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് എന്താണ് സംഭവിക്കുന്നത്? ഫിറ്റ്നസ് ഓഫ് വൺ സ്പീഷീസ്, ഒരു സ്പീഷീസിൻ്റെ ഫിറ്റ്നസ്. എന്താണ് ഫിറ്റ്നസ്? നമ്മൾ പറയുന്നതാണ് റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്. ഡാർവിൻ്റെ ഫിറ്റ്നസ് ആണ് നമ്മൾ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. സോ ഫിറ്റ്നസ് ഓഫ് വൺ സ്പീഷീസ്, അതെന്തായിരുന്നു നമ്മൾ ഫിറ്റ്നസ് എന്ന് പറയുന്നത്? ആർ വാല്യൂ. എന്തായിരുന്നു ആർ വാല്യൂ? ഇൻട്രിൻസിക് റേറ്റ് ഓഫ് ഇൻക്രീസ്. ആർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ മെഷർ ഇൻ ടേംസ് ഓഫ് ഇൻട്രിൻസിക് റേറ്റ് ഓഫ് ഇൻക്രീസ്. നാച്ചുറലായിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ആ ഒരു ഇതിനെയാണ്, നേച്ചറിനെയാണ് പറയുന്നത്. എന്താണ്? ഇൻട്രിൻസിക് റേറ്റിനെയാണ് പറയുന്നത് ആർ വാല്യൂ. സോ ഫിറ്റ്നസ് ഓഫ് വൺ സ്പീഷീസ്, ഒരു സ്പീഷീസിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് അല്ലെങ്കിൽ ഡാർവിൻ ഫിറ്റ്നസ്, ദാറ്റ് ആർ വാല്യൂ, അതായത് ഇൻട്രിൻസിക് റേറ്റ് ഓഫ് ഇൻക്രീസ് എന്ന് പറഞ്ഞ ഒരു സ്പീഷീസിൻ്റെ ആർ സിഗ്നിഫിക്കൻ്റ്ലി ലോവർ ഇൻ ദ പ്രസൻസ് ഓഫ് അനദർ സ്പീഷീസ്. വേറൊരു സ്പീഷീസിൻ്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കുന്നു? മറ്റേ സ്പീഷീസിൻ്റെ ഫിറ്റ്നസ് കുറയാൻ തുടങ്ങുന്നു. അതാണ് ഫിറ്റ്നസ്, റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് ഓഫ് വൺ സ്പീഷീസ്. ഒരു സ്പീഷീസിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് അഥവാ നമ്മൾ പറഞ്ഞ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് ഇൻക്രീസ് അല്ലെങ്കിൽ ആർ എന്ത് സംഭവിക്കുന്നു? അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറയാൻ തുടങ്ങുന്നു. സിഗ്നിഫിക്കൻ്റ് ലോവർ ഏതിൻ്റെ? ഇൻ ദ പ്രസൻസ് ഓഫ് മറ്റൊരു സ്പീഷീസിൻ്റെ പ്രസൻസിൽ ഒരു സ്പീഷീസിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് അല്ല ഡാർവിനിയൻ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് ഇൻക്രീസ് കുറയാൻ തുടങ്ങുന്നു, സിഗ്നിഫിക്കൻ്റ് ആയിട്ട് റെഡ്യൂസ്ഡ് ആവുന്നു. അതാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഡെഫിനേഷൻ. സോ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഡെഫിനേഷൻ, കോമ്പറ്റീഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ഫിറ്റ്നസ് ഓഫ് വൺ സ്പീഷീസ്, ദാറ്റ് ഈസ് ഇൻട്രിൻസിക് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓർ ആർ, ദാറ്റ് സിഗ്നിഫിക്കൻ്റ്ലി ലോവർ ഇൻ ദ പ്രസൻസ് ഓഫ് അനദർ സ്പീഷീസ്. ഇനി നമ്മുടെ ഗോസ് ആൻഡ് അതർ എക്സ്പെരിമെൻ്റൽ ഇക്കോളജിസ്റ്റും, ഗോസും അതുപോലെ മറ്റ് എക്സ്പെരിമെൻ്റൽ ഇക്കോളജിസ്റ്റും കുറച്ച് കാര്യങ്ങൾ ഈ കോമ്പറ്റീഷനെ കുറിച്ച് അവർ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി നടത്തി.
അതിൽ കണ്ടെത്തിയത് വെൻ റിസോഴ്സസ് ലിമിറ്റഡ് ആണെങ്കിൽ കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ ആയിട്ടുള്ള സ്പീഷീസ് വിൽ ഇവൻച്വലി എലിമിനേറ്റ് ദ അതർ സ്പീഷീസ്. രണ്ട് സ്പീഷീസുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷനിൽ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ അതിൽ കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ ആയിട്ടുള്ള സ്പീഷീസ് മറ്റേ സ്പീഷീസിനെ എലിമിനേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഗോസും മറ്റ് എക്സ്പെരിമെൻ്റൽ ഇക്കോളജിസ്റ്റും എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയിലൂടെ കണ്ടെത്തി. എന്നാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ. കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മത്സരപരമായ, കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഒരു മത്സരപരമായ ഒരു ഒഴിവാക്കൽ. സോ കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ എന്താണ് പറയുന്നത്? വെൻ റിസോഴ്സസ് ആർ ലിമിറ്റഡ്, നാച്ചുറൽ റിസോഴ്സസ് ലിമിറ്റഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ ആയിട്ടുള്ള സ്പീഷീസുകൾ അവസാനം ഫൈനലി മറ്റ് സ്പീഷീസുകളെ നീക്കം ചെയ്യുന്നു. സോ കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ ആയിട്ടുള്ള സ്പീഷീസ് മറ്റ് സ്പീഷീസുകളെ ഇവൻച്വലി നീക്കം ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ അഥവാ മത്സരപരമായ ഒഴിവാക്കൽ. സോ ഈ കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് ഈ ഗോസും എക്സ്പെരിമെൻ്റൽ ഇക്കോളജിസ്റ്റും പറയുന്നത് നേച്ചറിൽ എല്ലായ്പ്പോഴും ഒരു നിർണായകമായിട്ടുള്ള ഒരു പ്രോസസ്സ് ആവണമെന്നില്ല. ഇൻ നേച്ചർ നോട്ട് ഓൾവേസ് കൺക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിർണായകമാവണമെന്നില്ല. എന്നാൽ സർക്കംസ്റ്റാൻഷ്യൽ ആയിട്ടുള്ള എവിഡൻസ്, സാഹചര്യപരമായിട്ടുള്ള എവിഡൻസുകളും നമ്മുടെ നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു എക്സാമ്പിളാണ് എബിങ്ടൺ ടോർട്ടോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു ടോർട്ടോയ്സ് എവിടെയുള്ളതാണ്? ഗലപ്പഗോസ് ഐലൻഡിൽ. സോ ഗലപ്പഗോസ് ഐലൻഡിൽ കാണപ്പെടുന്ന എബിങ്ടൺ ടോർട്ടോയ്സ് എക്സ്റ്റിങ്ക്റ്റ് ആവാൻ തുടങ്ങി, അതിന് വംശനാശം സംഭവിക്കാൻ തുടങ്ങി. ഒരു ദശാബ്ദത്തിൽ, വിത്തിൻ എ ഡിക്കേഡ്, ഒരു ദശാബ്ദത്തിൽ തന്നെ അതിൻ്റെ വംശനാശം സംഭവിക്കാൻ തുടങ്ങി. അതിന് കാരണം എപ്പോഴായിരുന്നു? വെൻ ഗോഡ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഐലൻഡ്. ഈ ഗലപ്പഗോസ് ഐലൻഡിൽ ഈ ഗോട്ടുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ എബിങ്ടൺ ടോർട്ടോയ്സ് ഗലപ്പഗോസ് ഐലൻഡിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആവാൻ തുടങ്ങി. അവരൊക്കെ അവിടെ നിന്ന് വംശനാശം സംഭവിക്കാൻ തുടങ്ങി. ഒരു ദശാബ്ദത്തിൽ തന്നെ ഈ പറഞ്ഞ എബിങ്ടൺ ടോർട്ടോയ്സ് ഗലപ്പഗോസ് ഐലൻഡിൽ നിന്ന് അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. അവരുടെയൊക്കെ വംശനാശം സംഭവിച്ചു വിത്തിൻ എ ഡീക്കേഡ്, വിത്തിൻ ഒരു ദശാബ്ദത്തിൽ തന്നെ. അതിന് കാരണം ഈ അവിടെ കുറച്ച് ഗോഡ്സുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാരണം. ഇതിൻ്റെ മെയിനായിട്ട് റീസൺ പറയുന്നത് ഈ പറഞ്ഞ കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ ആണ്. കാരണം ഈ ഗോഡ്സ് അവർക്ക് ഗ്രേറ്റർ ബ്രൗസിങ് എഫിഷ്യൻസി ഉണ്ടായിരുന്നു. ഈ എബിങ്ടൺ ടോർട്ടോയ്സിനേക്കാളും കൂടുതൽ ഗ്രേറ്റർ ആയിട്ട് ബ്രൗസിങ് എഫിഷ്യൻസി ഈ ഗോട്ടുകൾക്ക് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ എബിങ്ടൺ ടോർട്ടോയ്സ് അവിടെ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയി. സോ എബിങ്ടൺ ടോർട്ടോയ്സ് ഇൻ ഗലപ്പഗോസ് ഐലൻഡ് വിത്തിൻ എ ഡിക്കേഡ് എക്സ്റ്റിങ്ക്റ്റ് ആവാൻ തുടങ്ങി ഡ്യൂ ടു ഗ്രേറ്റർ ബ്രൗസിങ് എഫിഷ്യൻസി ഓഫ് ഗോട്ട്. ഈ ഗോട്ടുകളുടെ വളരെയധികം ഉയർന്ന തരത്തിലുള്ള ബ്രൗസിങ് എഫിഷ്യൻസി കാരണം എബിങ്ടൺ ടോർട്ടോയ്സ് ആ ഗലപ്പഗോസ് ഐലൻഡിൽ നിന്ന് വംശനാശം സംഭവിച്ച് ഒരു ഡിക്കേഡിൽ തന്നെ ഇല്ലാണ്ടായി. ഇതാണ് നമ്മൾ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷനിൽ ഒരു സർക്കംസ്റ്റാൻഷ്യൽ ആയിട്ടുള്ള, ഒരു സാഹചര്യപരമായിട്ടുള്ള തെളിവിന് എക്സാമ്പിൾ.